അഭിസംബോധന ചെയ്യുക എന്ന് മാത്രം. അവനെ മാത്രം ആരാധിക്കുന്നവർക്ക് സമാധാനമാണ്. അല്ലാത്ത ആളുകൾക്ക് ആകാശത്തു നിന്ന് പിടുത്തം വിട്ട് താഴെ വീഴുന്നവനെ പോലെയാണവൻ. എവിടെയാ ചെന്ന് പതിക്കുക എന്നറിയില്ല. ഒരുപക്ഷെ ഏതെങ്കിലും ശക്തമായ കാറ്റ് അവനെ വിജനമായ ഏതെങ്കിലും പ്രദേശത്തേക്കോ ഏതെങ്കിലും സമുദ്രത്തിൻ്റെ ഇരുട്ടറകളിലേക്കോ മധ്യഭാഗങ്ങളിലേക്കോ തള്ളിവിട്ടേക്കാം. അങ്ങനെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. നേരെ മറിച്ച് ഒരേയൊരു സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുന്നവർക്ക് നിർഭയത്വമാണ്. ഐഹിക ജീവിതത്തിൽ പരലോകത്ത് സമാധാന സ്വർഗം, ദാറുസ്സലാം, അവിടേക്കാണ് വിശുദ്ധ ഖുർആൻ മുഴുവൻ മനുഷ്യരെയും ക്ഷണിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു കൂട്ടരുടെ മാത്രം രക്ഷിതാവായി ഖുർആൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. അവിടെയാണ് നിഷ്കളങ്കമായി നിഷ്പക്ഷമായി ഖുർആനിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. മുസ്ലിംകൾ അഥവാ നമസ്കാരം നിർവഹിക്കുന്ന ദിവസവും 5 തവണ നമസ്കരിക്കുന്ന, 17 റക്അത്ത് നമസ്കരിക്കുന്ന, ഒപ്പം റവാത്തിബ് സുന്നത്തുകൾ 10 12 ആണെങ്കിൽ അത്രയും റക്അത്തുകൾ നമസ്കരിക്കുന്ന ഓരോ മുസൽമാനും ഓരോ മുസ്ലിമും മുസ്ലിമത്തും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. അവിടെ ദൈവം തമ്പുരാനെ, പടച്ച തമ്പുരാനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെതാണെന്ന പ്രഖ്യാപനം ഇല്ല. മറിച്ച് മുഴുവൻ മനുഷ്യരുടെയും രക്ഷിതാവെന്നാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. പ്രാരംഭ അധ്യായം സൂറത്തുൽ ഫാത്തിഹയിലെ 2-ാമത്തെ വചനം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോകങ്ങളുടെയും രക്ഷിതാവിനാണ് സർവസ്തുതിയും എന്നാണ് പ്രഖ്യാപിക്കുന്നത്. ഹൃദയത്തിൻ്റെ തന്തു ഹൃദയത്തിൽ കൈവച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമാണ്. സർവ്വലോകങ്ങളുടെയും രക്ഷിതാവ് എന്ന് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ, ഏതെങ്കിലും ഒരു നാട്ടുകാരുടെ മാത്രമല്ല. ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ, നീ ഞങ്ങളെ തമാശയാക്കാൻ വന്നതാണോ എന്ന ചോദ്യത്തിനൊരു മറുപടി നൽകുന്നിടത്ത് റബ്ബിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയെന്നല്ലേ, അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ റബ്ബ് എന്നല്ല, മറിച്ച് ഖാല ബർ റബ്ബുകും റബ്ബുസ് സമാവാത്, നിങ്ങളുടെ റബ്ബ് അഥവാ റബ്ബുസ് സമാവാത്, ആകാശങ്ങളുടെ റബ്ബ്, റബ്ബുസ് സമാവാതി വൽ അർദ്, ഭൂമിയുടെയും റബ്ബ് അഥവാ ഫാതറഹുൻ, ഈ ആകാശ ഭൂമികളെയെല്ലാം സൃഷ്ടിച്ച നിങ്ങളുടെയും അവയുടെയും സ്രഷ്ടാവായ റബ്ബ്. അങ്ങനെയാണ് റബ്ബിനെ പരിചയപ്പെടുത്തുന്നത്. ഫറോവ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുമായുള്ള സംവാദത്തിൽ മൂസ നബിയോടും ഹാറൂൻ അലൈഹിസ്സലാമയോടുമായി ചോദിക്കുന്നുണ്ട്, ആരാ നിങ്ങൾ ഈ പറയുന്ന റബ്ബ്? ഖാല ഫിർഔൻ വമാ റബ്ബുൽ ആലമീൻ. ഫിർഔൻ ചോദിക്കുക, ആരാണ് മൂസ റബ്ബുൽ ആലമീൻ എന്ന് നീ സംസാരിക്കുന്ന റബ്ബ് ആരാ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം മൂസ അലൈഹിസ്സലാം നൽകുന്ന മറുപടി, ഖാല റബ്ബുസ് സമാവാത്, ആകാശഗോളങ്ങളുടെ മുഴുവനും രക്ഷാധികാരിയാരോ അവനെ സംബന്ധിച്ചാ ഞാൻ പറയുന്നത്. വൽ അർദ്, ഭൂമിയുടെ രക്ഷിതാവാരോ അവനെ കുറിച്ചാ ഞാൻ പറയുന്നത്. വമാ ബൈനഹുമാ, ആകാശങ്ങളുടെയും ഭൂമിക്കുമിടയിലുള്ള സർവ്വചരാചരങ്ങളുടെയും റബ്ബാരോ അവനെ കുറിച്ചാ ഞാൻ സംസാരിക്കുന്നത്. ഇൻ കുൻതും മൂഖിനീൻ, നിങ്ങൾ ദൃഢമായി വിശ്വസിക്കുകയാണെങ്കിൽ അവനെ വിശ്വസിക്കണം. ആർക്കാണ് എതിരഭിപ്രായമുണ്ടാവുക? എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിഷ്പക്ഷമായി ആരെക്കുറിച്ചാണ് ഖുർആൻ ഈ പറഞ്ഞത്? ഏത് റബ്ബിലേക്കാണ് അവൻ ക്ഷണിക്കുന്നത്? ഏകനായ, അജയ്യനായ, ജനിച്ചിട്ടില്ലാത്ത, എന്നെന്നും നിലനിൽക്കുന്ന, മരണമില്ലാത്ത, ഉറക്കമോ മയക്കമോ പിടിപെടാത്ത, പ്രപഞ്ചത്തിനപ്പുറത്തുള്ള പ്രപഞ്ചാതീതനായ ഒരു ശക്തിയുണ്ട്.
ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തി ആരോ അവനെ മാത്രം നിങ്ങൾ ആരാധിക്കൂ എന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ക്ഷണമുള്ളത്. പക്ഷേ മനുഷ്യർ പലപ്പോഴും ഇതിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുന്നു എന്നതാണ് സങ്കടകരമായ വിഷയം നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും മതം അംഗീകരിക്കാത്ത, മനുഷ്യബുദ്ധിക്ക് പോലും പലപ്പോഴും ചിന്തിക്കാൻ കഴിയാത്ത പലതിലേക്കും മനുഷ്യരൊക്കെ വഴിതെറ്റിപ്പോവുക. മനുഷ്യരായ എനിക്കും നിങ്ങൾക്കുമൊക്കെ, അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ പലർക്കും ശത്രുക്കളുണ്ട്. ശത്രുവിനെ നിഗ്രഹിക്കാൻ, മിത്രത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ രക്ഷാ കവചങ്ങളുമായി അന്ധവിശ്വാസങ്ങൾ വിൽപ്പന നടത്തുന്ന ഒരുപാട് കേന്ദ്രങ്ങളും വ്യക്തികളുമുണ്ട്. പലർക്കും ഒരുപാട് ആളുകൾ വ്യവസായികളാണ്, ബിസിനസ്സുകാരാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ വിറ്റഴിക്കപ്പെടാനുള്ള മാർഗങ്ങൾ ഏതെങ്കിലും ഏലസുകളോ ഏതെങ്കിലും മോതിരങ്ങളോ മറ്റേതെങ്കിലും സംവിധാനങ്ങളെയോ കുറിച്ചോ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. വേദനയും എല്ലാ ആളുകൾക്കുമുള്ളതാണ്. വേദനിക്കാത്ത, വിഷമങ്ങൾ നേരിടാത്ത ആളുകളില്ല. അതുകൊണ്ട് തന്നെ പെയിൻ റിലീഫ് കാർഡുകളോ അത്ഭുത ലോക്കറ്റുകളോ അറബിക് മാന്ത്രിക യന്ത്രങ്ങളോ ചില പ്രത്യേകമായ മാല, മൗലീദ് ആസ്വാദനങ്ങളോ അതിലൂടെ സമാധാനം കിട്ടുമെന്ന് മനുഷ്യ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നവർ, ഏകനായ സ്രഷ്ടാവിന് മാത്രം അഭയം, ഏകനായ സ്രഷ്ടാവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ടതിന്, അവനെ മാത്രം ഭയപ്പെടേണ്ടതിന് പകരം മറ്റൊരുപാട് കേന്ദ്രങ്ങളിലേക്ക് തെറ്റിപ്പോകുന്ന ആളുകൾ എവിടെയാണ് ഒരു പിടിവള്ളി എന്ന് നോക്കി നടക്കുക. അതുകൊണ്ടവർ എന്നും അന്ധവിശ്വാസങ്ങളിൽ തന്നെ ഉറച്ചു നിന്നു പോകുന്നു. അല്ലാഹു അങ്ങനെയുള്ളവർക്ക് മനസ്സിന് വിശാലത നൽകി ഏകനായ സ്രഷ്ടാവിനെ, തൻ്റെ സ്രഷ്ടാവിനെ തിരിച്ചറിയാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 67-ാമത്തെ വചനത്തിൽ പറഞ്ഞത് എത്രയോ സത്യമാണ്. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി. പലരും സ്രഷ്ടാവിനെ, അല്ലാഹുവിനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ പോയി എന്നതാണ് പ്രശ്നം. മനസ്സിലാക്കേണ്ട വിധത്തിൽ അല്ലാഹുവിനെ മനസ്സിലാക്കാതെ പോയി എന്ന്. സഹോദരങ്ങളെ, തൗഹീദിലൂടെ, ഏകദൈവ വിശ്വാസത്തിലൂടെ അല്ലാഹു മനുഷ്യർക്ക് ആകാശഭൂമികളിൽ നിന്ന് അനുഗ്രഹം വർഷിക്കപ്പെടുന്ന സുരക്ഷിതമായ സാമൂഹിക അന്തരീക്ഷത്തിലേക്കാണ് വിളിക്കുന്നത് എന്ന് ചേർത്ത് വായിക്കുക. തൗഹീദിലേക്ക് എന്തിനാണ് ക്ഷണിച്ചത്? അതിലൂടെ ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നുള്ള ബർക്കത്ത് അവർക്ക് ലഭിക്കണം എന്ന്. ഒരുപാട് സമ്പത്ത് എന്നതല്ല ബർക്കത്ത്. എത്രയുണ്ടായിരുന്നാലും, എത്ര ശേഖരിച്ചിട്ടുണ്ടെങ്കിലും മനസ്സിനൊരു സമാധാനമോ ഒരു ഐശ്വര്യമോ ബർക്കത്തോ അനുഭവിക്കാത്തവരുണ്ട്. ലോകത്ത് ഒരുപാട് ആളുകളുണ്ട്. അതിൻ്റെ കാരണം, ബേസിക് കാരണം, അടിസ്ഥാനപരമായ കാരണം ഏക ശക്തിയിൽ നിന്ന് വ്യതിചലിച്ചു എന്നതാണെന്നാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു വചനം ആ വിഷയമായി ഓർമ്മപ്പെടുത്തി രണ്ടാമത്തെ മറ്റൊരു ക്ഷണം എന്താണ് എന്ന് പരിശോധിക്കാം. 7-ാം അധ്യായം സൂറത്ത് അഅറാഫിലെ 96-ാമത്തെ വചനം. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ لفتحنا عليهم بركات من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون. ആ നാട്ടുകാർ ആയിരുന്നുവെങ്കിൽ, ആമനൂ, കൃത്യമായും അചഞ്ചലമായ നിഷ്കളങ്കമായ വിശ്വാസം ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ, അതനുസരിച്ച് സൂക്ഷ്മത പുലർത്തി ജീവിച്ചിരുന്നുവെങ്കിൽ, ലഫതഹ്നാ അലൈഹിം, അവരുടെ മേൽ നാം തുറന്നു കൊടുക്കുമായിരുന്നു, അവർക്ക് നാം എത്തിച്ചു കൊടുക്കുമായിരുന്നു, ബറകാതിൻ മിനസ്സമാഇ വൽ അർദ്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ബറക്കത്തുകൾ, അനുഗ്രഹങ്ങൾ. സഹോദരങ്ങളെ, സുനിശ്ചിതമാണ്. എന്തെങ്കിലും ചെയ്തു കൂട്ടിയതുകൊണ്ട് ബറക്കത്ത് ലഭിക്കുകയില്ല. ബറക്കത്ത് ലഭിക്കാൻ അചഞ്ചലമായ ദൈവവിശ്വാസമുണ്ടായിരിക്കണം. നാഥനിൽ കൃത്യമായ വിശ്വാസമുണ്ടായിരിക്കണം. അത് രൂഢമൂലമായിരിക്കണം. വിശ്വാസത്തിന് ശേഷം വീണ്ടും കുഫർ, വീണ്ടും വിശ്വാസം, വീണ്ടും കുഫർ എന്ന് വരുന്നവരെ സംബന്ധിച്ച് പിന്നെ അവർ കുഫറിൽ തന്നെ, നിഷേധത്തിൽ തന്നെ അടിയുറച്ചു പോകും എന്ന് പോലും വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അള്ളാഹുവിലുള്ള, പ്രപഞ്ചനാഥനിലുള്ള, തൻ്റെ സൃഷ്ടാവിലുള്ള
കൃത്യമായ വിശ്വാസം ആർക്കുണ്ടോ തീർച്ചയായും അവർക്ക് ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും ബർക്കത്ത് വരും. ബർക്കത്ത് എന്ന് വേറെ എവിടെയും പോയി വാങ്ങാൻ കഴിയില്ല. ബന്ദറിൽ പോയിട്ട് വാങ്ങാൻ കഴിയില്ല. മാർക്കറ്റിൽ ചെന്ന് ബർക്കത്ത് വാങ്ങാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു പാക്കറ്റ് വസ്തുവിന് ബർക്കത്തെന്ന് പേരിടുക എന്നല്ലാതെ ബർക്കത്ത് വാങ്ങാൻ കഴിയില്ല. അത് ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും ലഭിക്കുമെന്ന് പറഞ്ഞത് അള്ളാഹു നേർക്ക് നേർ നൽകേണ്ടതാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം. ആ ബർക്കത്തിന് നമ്മൾ ചെയ്യേണ്ടത് ഏകനായ സ്രഷ്ടാവിനെ മാത്രം. സഹോദരങ്ങളെ, മുഷിപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ക്ഷണത്തിലേക്ക് കടക്കാം. കേവലം വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് മാത്രമല്ല വിശുദ്ധ ഖുർആൻ ലോകത്തെ, മനുഷ്യ സമൂഹത്തെ ആകമാനം ക്ഷണിക്കുന്നത്. മറിച്ച് സാർവലൗകികവും സർവതല സ്പർശിയുമായ ഈ അതിമഹത്തായ ഗ്രന്ഥം മാനവിക ഐക്യത്തിലേക്കും സാഹോദര്യത്തിലേക്കും കൂടെ ക്ഷണിക്കുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മിക്കുകയാണ്. വിശുദ്ധ ഖുർആനിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും ലോകത്ത് അന്നും ഇന്നും ഇനി എന്നും ഉണ്ടാകുന്ന തെറ്റിദ്ധാരണയാണ് തീവ്രവാദത്തിൻ്റെ മതമാണ് ഇസ്ലാം എന്ന്, തീവ്രവാദം പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന്, തീവ്രവാദിയാണ്, വർഗീയവാദിയാണ്, വിഭാഗീയ ചിന്തയുള്ളവനാണ് മുഹമ്മദ് നബി എന്ന് തെറ്റിദ്ധാരണയാണ്. ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. ഒരുപക്ഷെ മുസ്ലിംകൾ എന്ന് പറയുന്ന മുസ്ലിം നാമധാരികളായ ഒട്ടേറെ ആളുകൾ പലയിടങ്ങളിലും ചെയ്തു തീർക്കുന്ന ഏതെങ്കിലും ഭവിഷ്യത്തുകൾ, ഏതെങ്കിലും ആക്രമണങ്ങൾ, ഏതെങ്കിലും രക്തം ചിന്തലുകളൊക്കെ ആയിരിക്കാം ഇസ്ലാമിനെയും മുസ്ലിംകളെ ഒന്നാകെയും പ്രവാചകനെയും വിശുദ്ധ ഖുർആനിനെയും ഒക്കെ തീവ്രവാദവും വർഗീയത വിളമ്പുന്ന ഗ്രന്ഥവുമൊക്കെയായി മനസ്സിലാക്കാൻ, തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്നത്. ആമുഖമായി നാം സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന സ്നേഹാദര സൗഹാർദ്ദങ്ങളോ ഐക്യങ്ങളോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആർക്കും അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാം തീവ്രവാദികളായി മാറിയിരിക്കുന്നു. ഇതാണ് വിശുദ്ധ ഖുർആൻ വളരെ ലളിതമായി ഏതൊരു മനുഷ്യന്റെ മുമ്പിലും പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഒരിക്കലും തീവ്രവാദമല്ല. വിശുദ്ധ ഖുർആനിൽ യുദ്ധം എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് മുസ്ലിംകൾക്ക് യുദ്ധം ചെയ്യാൻ പ്രേരണ ലഭിച്ചു എന്നത് തെറ്റായി മനസ്സിലാക്കി പോയതായിരിക്കണം, തെറ്റായി ചിന്തിച്ചു പോയതായിരിക്കണം. അങ്ങനെ നാം മനസ്സിലാക്കുക. അങ്ങനെ തെറ്റിദ്ധരിച്ചു. യുദ്ധം എന്ന പദം ഖുർആനിലുള്ളത് കൊണ്ട്, കുഫർ നിഷേധം, കാഫിർ നിഷേധി എന്ന പദം ഖുർആനിൽ വന്നതുകൊണ്ട് മുസ്ലിം നാമധാരികളല്ലാത്ത മുഴുവൻ ആളുകളെ കുറിച്ചുമാണ് കാഫിർ എന്ന് പറഞ്ഞത് എന്ന് തെറ്റിദ്ധരിച്ചു പോയതായിരിക്കണം. തെറ്റിദ്ധരിക്കേണ്ടതില്ല. മുസ്ലിം നാമം ആയതുകൊണ്ടോ അറബി നാമം ആയതുകൊണ്ടോ ഒരിക്കലും ഒരാൾ മുസ്ലിം ആകുന്നില്ല. നൗഷാദോ മുഹമ്മദോ അഹ്മദോ നജീബോ തിന്മകൾ ചെയ്താൽ സത്യത്തെ മനസ്സിലാക്കിയിട്ട് അത് പ്രാവർത്തികമാക്കാതെ മറച്ചുവെച്ചാൽ അവൻ കാഫിറാണ്. കാഫിർ എന്ന പദത്തിന്റെ അർത്ഥം വിശുദ്ധ ഖുർആൻ വിവക്ഷിച്ചിട്ടുള്ളത്, ഉദ്ദേശിച്ചിട്ടുള്ളത് മനസ്സിലാക്കിയ സത്യത്തെ മറച്ചുവെച്ചു എന്ന നിലയിൽ മാത്രമാണ്. ജിഹാദ് എന്ന പദമുള്ളത് കൊണ്ട് വാളുകൊണ്ട് മുഴുവൻ ആളുകളെയും കൊന്നൊടുക്കി തീർക്കുക എന്നതാണ് ഖുർആനിന്റെ ലക്ഷ്യമെന്ന് തെറ്റിദ്ധരിച്ചു പോയി. അങ്ങനെയല്ല. ജിഹാദ് എന്നത് സ്വന്തത്തോടുള്ള ധർമ്മസമരമാണ്. ജിഹാദിന്റെ ആദ്യ ഭാഗം. നിലനിൽപ്പ് പ്രയാസകരമാകുമ്പോൾ ഏതൊരു മനുഷ്യനും അല്ലെ, യുദ്ധം, നമ്മൾ രണ്ടാളും യുദ്ധം ചെയ്യാന്ന് പറഞ്ഞിട്ട് രണ്ടാൾക്കാർ യുദ്ധത്തിന് ഇറങ്ങുമോ? നമ്മൾ ഫുട്ബോൾ കളിക്കാന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾ പറയും നമുക്ക് നാളെ ഒരു യുദ്ധം നടത്താൻ പറഞ്ഞിട്ട് ആരെങ്കിലും യുദ്ധത്തിന് ഇറങ്ങുമോ? രണ്ട് വിഭാഗം, രണ്ട് രാജ്യം? ഇല്ല. ഏതെങ്കിലും ഒരു വിഭാഗം ആക്രമിക്കപ്പെടുമ്പോൾ ഒരുപാട് നാളുകൾ ക്ഷമ കഴിഞ്ഞിട്ട് നിലനിൽപ്പ് ഭീഷണി ഉയർത്തപ്പെടുമ്പോൾ ചെറുത്തുനിൽപ്പ് നടക്കുകയാണ്. ഈ ചെറുത്തുനിൽപ്പും അവിടെ ഇങ്ങോട്ടുള്ള ആക്രമണവുമാണ് യുദ്ധം എന്ന നാമകരണത്തിലേക്ക് വരുന്നതെന്ന് എളിമയോടുകൂടെ നിഷ്പക്ഷമായി ചിന്തിച്ചാൽ എനിക്കും നിങ്ങൾക്കും മനസ്സിലാകും. അങ്ങനെ ഒരു യുദ്ധമുണ്ടാകുമ്പോൾ സ്വീകരിക്കേണ്ട സമീപനങ്ങൾ എന്താണെന്ന് ലോകത്ത് ഇസ്ലാം പഠിപ്പിച്ചതുപോലെ, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ മറ്റെവിടെയും കാണാൻ സാധ്യമല്ല. ഏതെങ്കിലും കാരണവശാൽ ഏറ്റുമുട്ടൽ നാട്ടിലുണ്ടായാൽ ആ ഏറ്റുമുട്ടുന്ന സമയത്ത് ഇരുപക്ഷത്തെയും സ്ത്രീ സമൂഹത്തിന് ഒരു പോറലും ഏൽക്കരുതെന്ന് പഠിപ്പിച്ചിട്ടുള്ള ഗ്രന്ഥമാണ്, പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും. ആ സമൂഹത്തിൽ പ്രായമായ വൃദ്ധരായ ആളുകൾ ഉണ്ടാകും. അവർക്ക് അല്പം പോലും ബുദ്ധിമുട്ടുകൾ ഏൽപ്പിക്കരുത് എന്ന് പഠിപ്പിച്ച മഹത് ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആനും പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും. ആ സമൂഹത്തിൽ യുദ്ധം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോരടിക്കൽ സംഭവിക്കുന്ന നേരത്ത് ആ സമൂഹത്തിന്റെ ജീവിതത്തിന്റെ
സന്ധാരണ വേളകളാകുന്ന ജീവിതത്തിൻ്റെ അവർക്ക് ജീവിതം കരുപ്പിടിപ്പിക്കാൻ അവരുടെ പിന്നിൽ സഹായകമാകുന്ന അവരുടെ കാർഷിക സമ്പത്തുകളെയോ കാലി സമ്പത്തുകളെയോ അവരുടെ ജലാശയങ്ങളെയോ മലിനപ്പെടുത്തുകയോ കത്തിച്ചു കളയുകയോ അപകടപ്പെടുത്തുകയോ ചെയ്യരുതെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം. പക്ഷേ ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആരുടെയൊക്കെയോ ചില തെറ്റായ പ്രവർത്തനങ്ങൾ കൊണ്ട് ആകമാനം തീവ്രവാദമായും തീവ്രവാദികളായും ചിത്രീകരിക്കപ്പെടുന്നു. സങ്കടപ്പെടുകയോ നിർവാഹമുള്ളൂ. നേർക്കുനേർ വിശുദ്ധ ഖുർആനിനെ ആരെയും കുറ്റപ്പെടുത്താതെ ആരെയും കളിയാക്കാതെ വിശുദ്ധ ഖുർആൻ എങ്ങനെ സംസാരിച്ചോ അങ്ങനെയൊന്ന് പറയാം, എല്ലാവർക്കും മനസ്സിലാകും. ലളിതമാണ്. വിശുദ്ധ ഖുർആൻ ലോക മാനവികതയെ സംബന്ധിച്ച് ഒരുപാട് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ വിഭാഗീയതയില്ലാത്ത ഏകോദര സാഹോദര്യത്തിലേക്ക് ക്ഷണിക്കുന്ന ഒട്ടേറെ വചനങ്ങളിൽ പ്രധാനപ്പെട്ട 1-2 വചനങ്ങൾ ഓർമ്മപ്പെടുത്താം. നാം 1 മണിക്കൂറായി സംസാരിക്കുന്നു. 49-ാം അധ്യായം സൂറത്ത് ഹുജുറാത്തിലെ 13-ാമത്തെ വചനം, യാ അയ്യുഹന്നാസ്, ലോകത്തെ മുഴുവൻ മനുഷ്യരെയും മതത്തിൻ്റെ അതിർവരമ്പുകൾ, രാഷ്ട്രത്തിൻ്റെ അതിർവരമ്പുകൾ, ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ ഭാഷയുടെയോ ഭൂമിയുടെയോ ഒന്നും അതിർവരമ്പുകളൊന്നും വെക്കാതെ മനുഷ്യരായി പിറന്നു വീണ മുഴുവൻ മനുഷ്യ സഹോദരങ്ങളെയും വിളിച്ചുകൊണ്ട് മൗലികമായ വിഷയം പറയുമ്പോൾ, അടിസ്ഥാനപരമായ വിഷയം പറയുമ്പോൾ അള്ളാഹു മനുഷ്യരെ ഒന്നടങ്കമാണ് വിളിച്ചത്. പിന്നെ വ്യക്തികളെ വിളിക്കുന്നു, വിശ്വാസികളെ പ്രത്യേകം വിളിക്കുന്നു, സ്ത്രീകളെ പ്രത്യേകം വിളിക്കുന്നു, പുരുഷന്മാരെ പ്രത്യേകം വിളിക്കുന്നു. ഇങ്ങനെയൊക്കെ പലതും വിളിച്ചിട്ടുണ്ട്. ഭരണാധികാരികളെ മാത്രം വിളിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ പൊതുവായ അഭിസംബോധനയാണ്, എല്ലാവരെയുമാണ് ഖുർആൻ വിളിക്കുന്നത്. എന്തിലേക്കാ വിളിച്ചു പറയുന്നറിയോ? ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ, നിങ്ങളെല്ലാവരും ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരല്ലേ? ആണ്. നിങ്ങളുടെ ഉമ്മയെ, ആ ഉമ്മയുടെ ഉമ്മയെ, അതിൻ്റെ ഉമ്മയെ, വല്യുമ്മയെ അങ്ങനെ ഒന്ന് നോക്കിയാൽ പരിശോധിച്ചാൽ അവസാനം എല്ലാവർക്കും പറയാനുള്ളത് ഹവ്വ എന്ന ഉമ്മയെക്കുറിച്ചാണ്. അവരുടെ ഇണയായ ആദാമിനെ കുറിച്ചാണ് ഉപ്പയെ പരിശോധിച്ച് ചെന്നാൽ പറയാൻ കഴിയുന്നത്. ആ ആദമിൽ നിന്നും ഹവ്വയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട് പെറ്റുപെരുകി വളർന്നു വന്നവരാണ് നിങ്ങളെല്ലാം. പക്ഷേ നിങ്ങൾ ഒരുപാടായപ്പോൾ പല നാട്ടിലേക്കും താമസങ്ങൾ മാറി, പല നാട്ടിലും പല ഭാഷകളായി, അവിടെ പല കോലങ്ങളായി, പല ശൈലികളായി, പല സംസാര രീതികളായി, പല സ്വഭാവക്കാരായി, പല അഭിപ്രായക്കാരായി, പല വിഭാഗങ്ങളായി. ഇതൊന്നും وَجَعَلْنَاكُمْ شُعُوبًا وَقَبَائِلَ لِتَعَارَفُوا, നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ വ്യത്യസ്ത വിഭാഗങ്ങളും ഗോത്രങ്ങളും ഒക്കെയാക്കിയത്. നിങ്ങൾ അതിൻ്റെ പേരിൽ തിരിച്ചറിയാതിരിക്കാനും ശണ്ട കൂടാനും അടികൂടാനും രക്തം ചിന്താനുമല്ല അരുതെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. പക്ഷേ നിങ്ങൾക്ക് ചിലർക്ക് ചിലരെക്കാൾ ഔന്നത്യമുണ്ട് റബ്ബിൻ്റെ മുമ്പിൽ, സ്രഷ്ടാവിൻ്റെ മുമ്പിൽ. ആർക്കാണത്? അറബിക്ക് അനറബിയേക്കാൾ ശ്രേഷ്ഠതയൊന്നുമില്ല. വെളുത്തവന് കറുത്തവനേക്കാൾ ദൈവത്തിൻ്റെ മുമ്പിൽ, അള്ളാൻ്റെ മുമ്പിൽ ശ്രേഷ്ഠതയൊന്നുമില്ല. മുസ്ലിം അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമല്ല. നാമം നോക്കിയിട്ട് ഇവന് മുഹമ്മദിന് രമേശിനേക്കാൾ ശ്രേഷ്ഠതയല്ല, മറിച്ച് ശ്രേഷ്ഠത എന്നത് ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, സൂക്ഷ്മത പുലർത്തി ജീവിക്കുക. അതാണ് റബ്ബിൻ്റെ അടുക്കൽ ഔന്നത്യം നേടിത്തരുന്ന കാര്യം എന്ന് പഠിപ്പിക്കുക. ജാതിയുടെയോ മതത്തിൻ്റെയോ സംഘടനയുടെയോ പാർട്ടികളുടെയോ ഒക്കെ പേരിൽ ഒരുപാട്, നിറത്തിൻ്റെ പേരിൽ അല്ലേ, നിറത്തിൻ്റെ പേരിൽ കറുത്തവർ ഇവിടെ വേണ്ട, വെളുത്തവരുടെ നാടാ, അങ്ങനെയൊന്നും യുദ്ധങ്ങളോ കലഹങ്ങളോ രക്തം ചിന്തലുകളോ ഉണ്ടാവാൻ പാടില്ലെന്ന് പഠിപ്പിക്കുക. ഇന്ന് നാട്ടിൽ അങ്ങനെയൊക്കെയാണ് കുഴപ്പങ്ങൾ കാണുന്നത്. പാർട്ടി മാറിയാൽ, അതുവരെയുണ്ടായിരുന്ന പാർട്ടിയിൽ നിന്ന് നാളെ ഒരാൾ മാറിയാൽ പിറ്റേ ദിവസം അയാളുടെ രക്തം ചിന്തപ്പെടുകയാണ്, കടുത്തറുക്കപ്പെടുകയാണ്, 10ഉം 40ഉം 50ഉം വെട്ടേൽക്കപ്പെടുകയാണ്. എന്നെപ്പോലെ ഒരു മനുഷ്യ സഹോദരനെയാണ് ഞാൻ വെട്ടി നുറുക്കുന്നതെന്ന് പലപ്പോഴും ഘാതകർ ആലോചിക്കുന്നില്ല.
പലതിൻ്റെയും പേരിലായിരിക്കാം, ലഹരിയുടെ ശക്തിയിലായിരിക്കാം, മതിമറന്നു പോയതായിരിക്കാം. ഒരുപക്ഷെ രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടിയും മതമേലാളന്മാർക്ക് വേണ്ടിയും രാഷ്ട്രത്തിൻ്റെ തലവന്മാർക്ക് വേണ്ടിയുമൊക്കെ പലതിൻ്റെയും സംഘടനയുടെ നേതാക്കൾക്ക് വേണ്ടിയുമൊക്കെ താഴേക്കിടയിലുള്ള ആരെങ്കിലുമൊക്കെ ചെയ്തു പോകുന്ന അതിക്രമങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ കുഞ്ഞിനൊരു ഉപ്പയാണ് ഞാൻ എന്നതുപോലെ ഏതോ ചില മക്കളുടെ ഉപ്പയാണത് എന്ന്, എൻ്റെ ഭാര്യയ്ക്കൊരു ഭർത്താവാണ് ഞാൻ എന്നതുപോലെ ഏതോ ഒരു പെൺകുട്ടിയുടെ ഭർത്താവാണ് അവൻ എന്ന ചിന്ത നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യർ, രക്തം ചിന്തുന്നവർ. ആശയം മാറിയാലായുധം കൊണ്ടതിൻ വാശി തീർക്കുന്നൊരീ നാടു ഭ്രാന്താലയം. നിദ്ര വരില്ലിന് ഞങ്ങൾക്കു നാടിതിൻ മർത്യത വീണ്ടും വരുന്നൊരു നാൾ വരെ എന്നും മലയാളത്തിൻ്റെ ഒരു കവി സൂചിപ്പിച്ചിട്ടുണ്ട്. ശ്രദ്ധേയമാണ്, നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ആശയം മാറിയാൽ ആയുധം കൊണ്ട് വാശി തീർക്കുന്ന നാട് ഭ്രാന്താലയമാണല്ലോ. മനുഷ്യത്വം തിരിച്ചു വരാതെ എനിക്കിവിടെ ജീവിക്കാൻ കഴിയില്ല കേട്ടോ എന്ന് സങ്കടം പറയുന്ന, വേവലാതിപ്പെടുന്ന ആളുകൾ, മനുഷ്യർ, പാവങ്ങൾ, പിഞ്ചു പൈതങ്ങൾ അല്ലേ, അവർ അനാഥരാക്കപ്പെടുകയാണ്. വൈധവ്യം അനുഭവിക്കുകയാണ് പല സ്ത്രീകളും, പല പുരുഷരും കുടുംബമില്ലാതെ പോകുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ ഏകോദര സഹോദരങ്ങളാണ് എന്ന് വലിയ സന്ദേശം, വലിയ ഒരു നന്മ. അവിടേക്കാണ് വിശുദ്ധ ഖുർആനിൻ്റെ രണ്ടാമത്തെ പ്രധാനമായ ക്ഷണം എന്ന് മനസ്സിലാക്കുക. നീതിയും ധർമ്മവും ന്യായവും സർവരോടും വേണമെന്നതിലേക്ക് വിളിക്കുകയാണ്. നീതി നടപ്പിലാക്കണം എന്ന് പറഞ്ഞെടുത്ത് മുസ്ലിമിനോട് മാത്രം നീതി പാലിക്കുക എന്ന് പറഞ്ഞില്ല, സർവരോടും നീതി പുലർത്തുന്നവരായിരിക്കണം എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം. 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിലെ 90-ാമത്തെ വചനം, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത് നീതി നടപ്പിലാക്കണം, ഇഹ്സാൻ നന്മ ചെയ്യണം എന്നാണ്. ആരോട് നീതി എന്ന് പറഞ്ഞില്ല. ഒരു ചരിത്രം നമുക്ക് ഓർക്കാം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോടതിയിൽ ഒരു ജൂതനും മുസ്ലിമും പ്രതികളായി മുന്നിൽ വരിക. കളവാണ് വിഷയം, മോഷണമാണ്. ആരാണ് കട്ടത് എന്ന് തീരുമാനിക്കണം, വിധി വരണം. തെളിവുകൾക്കടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന വിധികർത്താവ് വിസ്തരിച്ചു. എന്താണെന്നറിയുമോ? ജൂതന് അനുകൂലമായി പ്രവാചകൻ മുസ്ലിം, ജൂതനോടൊപ്പം മറ്റൊരു മുസ്ലിമാണുള്ളത്. പ്രവാചകൻ്റെ വിധി അനുകൂലമാകുന്നത് ജൂതനാണ്. സ്വാഭാവികമായി ഇന്ന് പലരുമൊക്കെ ചിന്തിക്കുന്നത് പോലെ ചിലർ അന്ന് ചിന്തിച്ചു പോയി, എന്തേ പ്രവാചകൻ അങ്ങനെ മുസ്ലിമിനെ അനുകൂലമായിട്ടല്ലായിരുന്നോ, ആൾക്കല്ലായിരുന്നോ പ്രവാചകൻ അനുകൂലം നിൽക്കേണ്ടത് എന്ന്. പ്രവാചകൻ വിശദീകരിച്ചു, നീതിയുടെ പ്രവാചകനാണ് ഞാനെന്ന്, നന്മയുടെ പ്രവാചകനാണ് ഞാനെന്ന്. നന്മ ആരുടെ ഭാഗത്ത് കണ്ടാലും അത് നന്മയാണ്, തെറ്റ് ആരുടെ ഭാഗത്ത് കണ്ടാലും അയാൾ ശിക്ഷിക്കപ്പെടണം. അത് സ്വന്തം മാതാപിതാക്കളാണെങ്കിൽ പോലും, സ്വന്തം മക്കളാണെങ്കിൽ പോലും, ഉറ്റ ബന്ധുക്കളാണെങ്കിൽ പോലും അതിനെ മറച്ചു വെക്കാൻ ന്യായമില്ല, അരുതെന്നതിലേക്കാണ് വിശുദ്ധ ഖുർആനിൻ്റെ ക്ഷണം. എന്നിട്ട് പറയുന്നത്, ആ വചനത്തിൻ്റെ അവസാന ഭാഗം പറയുന്നത്, യഅ്ഇദുകും ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ ഏറെ ബോധമുള്ളവരാകാൻ അവൻ നിങ്ങളെ ഉപദേശിക്കുന്നതാണ് എന്ന്. മനുഷ്യാവകാശ പ്രഖ്യാപനം ഒരുപക്ഷെ UNO 1948 മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത്. പക്ഷേ വിശുദ്ധ ഖുർആൻ മനുഷ്യർ പരസ്പരം നൽകേണ്ട, വകവെച്ചു കൊടുക്കേണ്ട അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സവിസ്തരം പ്രതിപാദിച്ചതായി കാണാൻ കഴിയും. ലോകത്ത് ആരെങ്കിലും മറ്റൊരു മനുഷ്യനെ കൊല ചെയ്താൽ, ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊല ചെയ്താൽ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കൊല ചെയ്തതിന് തുല്യമാണ് എന്ന്.
തെറ്റിദ്ധാരണ ഖുർആനിക വചനങ്ങളെക്കുറിച്ചുള്ളവർക്ക് എളുപ്പം ആലോചിക്കാവുന്നതേയുള്ളൂ. 5-ാം അധ്യായം സൂറത്തു മാഇദയിലെ 32-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്ന വചനമാണ് നാം കാണുന്നത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കൂ. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ. ലോകത്താരെങ്കിലും മറ്റൊരാളെ കൊല ചെയ്താൽ, അന്യായമായി കൊല ചെയ്താൽ, ഇന്ന് നമ്മുടെ ഭരണകൂടത്തിൻ്റെ കീഴിൽ ഒരാൾക്ക് മറ്റൊരാളെ കൊല്ലാൻ അനുവാദമില്ല. അത് ഭരണകർത്താക്കൾ, അത് കോടതി നിശ്ചയിക്കേണ്ടതാണ്. അവരാണത് ചെയ്യേണ്ടത്. കൊന്നവനെ കൊല്ലാൻ പോലും അവിടെയാണ് അവകാശമുള്ളത്. അന്യായമായി നിങ്ങൾ ആരെങ്കിലും മറ്റൊരാളുടെ രക്തം ചിന്തിയാൽ, കഴുത്തറുത്താൽ, കൊന്നുകളഞ്ഞാൽ അവൻ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമത്രേ. ലോകത്തെ മുഴുവൻ മുസ്ലിമിനെയും കൊന്നതിന് തുല്യമെന്നല്ല. ഏതെങ്കിലും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെയോ മറ്റൊരു മനുഷ്യനെയോ എന്നൊന്നുമല്ല. മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊല ചെയ്താൽ, രക്തം ചിന്തിയാൽ, ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ് എന്ന്. മനുഷ്യരുടെ രക്തത്തിന് പവിത്രത നൽകിയ, മാനത്തിന് ആദരവ് നൽകിയ, മനുഷ്യനെ ആദരിച്ച ഗ്രന്ഥം, സ്രഷ്ടാവ്, പ്രവാചകൻ. സഹോദരങ്ങളെ, സഹോദരികളെ, വിഭാഗീയതയില്ലാത്ത, പക്ഷഭേദമില്ലാത്ത പരസഹായത്തിലേക്കാണ് ഖുർആനിന്റെ വിളി. സൂറത്തുൽ ബലദിലെ ആമുഖമായി ഞാൻ ഓതിവെച്ച ആയത്തില് ഫലഖതഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ. നീ ചുരമാർഗം തണ്ടിക്കടന്നിട്ടില്ല കേട്ടോ. എന്താണെന്നറിയുമോ ചുരമാർഗം എന്നത്? എന്നിട്ട് അല്ലാഹ് മനുഷ്യന്റെ മുമ്പിൽ, ഖുർആനിന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യന്റെ മനസ്സിനോട് സംസാരിക്കുകയാണ്. ചുരമാർഗം എന്നത്, പ്രയാസങ്ങൾ താണ്ടിക്കടക്കുക എന്നത് എന്താണെന്നറിയുമോ? ഫക്കു റഖബ, അടിമയെ മോചിപ്പിക്കലാണ്. ഈ അടിമമോചനത്തെ സംബന്ധിച്ച് പറയപ്പെട്ട വചനങ്ങൾ, അവതീർണമായ വചനങ്ങൾ അവതരിക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിംകളാരും ബന്ധനസ്ഥരായി ഇല്ല. എങ്കിൽ മുസ്ലിം അടിമയെ മോചിപ്പിക്കുക എന്നല്ല ഈ പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ കഴിയണം. അടിമമോചനം, പ്രയാസം, അടിമയായി നിൽക്കേണ്ടവരല്ല മനുഷ്യർ. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ അടിമയായി ജീവിക്കുകയോ എത്ര പ്രയാസകരമാണത്. അരുതെന്ന്, വലിയ വില കൊടുത്ത് മോചിപ്പിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥം. അവിടെ ജാതിയുടെ, മതത്തിന്റെ, പാർട്ടിയുടെ, സംഘടനയുടെ ഭേദമൊന്നും കാണിക്കാത്ത അതിവിശിഷ്ടമായ മഹദ്ഗ്രന്ഥം. വീണ്ടും പറയാ, ഫക്കു റഖബ ഔ ഇത്ആമു ഫീ യൗമിൻ ദീ മസ്ഗബ. പ്രയാസവും ഞെരുക്കവും അനുഭവപ്പെടുന്ന നാളുകളിൽ, ദിവസങ്ങളിൽ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക. ഒരു നാട്ടിൽ പ്രകൃതിക്ഷോഭമുണ്ടായാൽ അവിടെയുള്ള മുസ്ലിംകളെ മാത്രം തെരഞ്ഞുപിടിച്ച് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന സംഘടനകളുണ്ടെങ്കിൽ അവർ മതത്തിന് പുറത്താണെന്നാണ് പഠിപ്പിക്കുന്നത്. അവർ മതത്തിന്റെ സന്ദേശങ്ങൾക്ക് പുറത്താണെന്ന് പഠിപ്പിക്കുന്നത്. അവരാണ് തീവ്രവാദമുള്ളവർ എന്നാണ് പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞത് ഭക്ഷണം നൽകൽ. ആർക്ക്? ബന്ധുക്കളായ ഒരുപാട് യതീമുകളുണ്ട്, അവർക്കൊക്കെ നൽകണം. ഔ മിസ്കീനൻ ദാ മത്രബ, പ്രയാസപ്പെടുന്ന, ഞെരുക്കമനുഭവിക്കുന്ന മിസ്കീനുകളായ, അഗതികളായ, പാവപ്പെട്ട ആളുകളുണ്ട്, അവർക്ക്. ഇങ്ങനെ വിശദീകരിക്കുക. ഇവിടെയൊന്നും മുസ്ലിം ആയ ഒരു അഗതി എന്നോ മറ്റോ ഒന്നും വിശദീകരിക്കുന്നില്ല. വേദനയ്ക്കും യാതനകൾക്കും കഷ്ടതകൾക്കും ഒന്നും മതമില്ലല്ലോ കൂട്ടരെ. ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട് ഖുർആനിൽ, പരോപകാരം എന്നാണ് അതിൻ്റെ പേര്. മറ്റുള്ളവരെ സഹായിക്കൽ എന്ന പേര്. മതത്തെ കളവാക്കുന്ന ആളുകൾ ആരെന്നറിയുമോ എന്നാണ് ആ അധ്യായത്തിൻ്റെ ഫസ്റ്റ് സെന്റൻസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദുഉൽ യതീം
വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. മതത്തെ കളവാക്കുന്നവൻ ആരെന്നറിയുമോ? ആരാ മതത്തെ കളവാക്കുന്നവൻ? ഒന്നാമത് വിശദീകരിക്കുക. ഫദാലികല്ലദീ യദുൽ യതീം. യതീമിനെ, അനാഥയെ തള്ളിക്കളയുന്നവരാണ്. ഏത് അനാഥ? ഏത് വിഭാഗത്തിലെ അനാഥ? ഏത് മതത്തിലെ, ഏത് ജാതിയിലെ, ഏത് സംഘടനയിലെ, ഏത് പാർട്ടിയിലെ, ഏത് നാട്ടിലെ, ഏത് ഭാഷക്കാരനായ, ഏത് നിറക്കാരനായ യതീം? പ്രതിപാദ്യമുണ്ടോ? കാണിക്കാൻ കഴിയുമോ? ഇല്ല. പക്ഷഭേദമില്ലാത്ത പരസഹായം പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ ലോകത്തിനാകമാനമുള്ള ഗ്രന്ഥമാണെന്ന ചുരുക്കം. ലോകത്തെ മുഴുവനും എല്ലാവരെയും സമാധാനത്തിലേക്കാണ് ഖുർആൻ ക്ഷണിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. യതീമായ ആൾ, അനാഥത്വം അനുഭവിക്കുന്നവർ ആരോ അവർ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനാഥത്വം അനുഭവിച്ച സമയത്ത് തനിക്ക് സനാഥത്വം നൽകിയത് പ്രവാചകന്റെ സംഘടനയിലുള്ളവരോ അനുയായികളോ ആയിരുന്നില്ല. പ്രവാചകന്റെ ആദർശത്തോട് പൂർണ്ണമായും എതിർപ്പുകളുള്ള, ശത്രുക്കളേറെയുള്ള വിഭാഗത്തിലെ നേതൃത്വമായിരുന്നു, തലമുതിർന്നവരായിരുന്നു പ്രവാചകന് തണലായിരുന്നത്. സൂറത്തു ദുഹയിൽ അത് സൂചിപ്പിക്കുകയും ചെയ്തു. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുതീക റബ്ബുക ഫതർദാ. ശേഷം പറയാ, നിനക്ക് നിന്റെ റബ്ബ് നൽകും, നിനക്ക് ഇതിനേക്കാൾ സുന്ദരം ആ ലോകമാണ്, അവിടെയാണ് സമാധാനം ശാശ്വതമായി ലഭിക്കുന്നത്. ദുനിയാവ് അപൂർണമാണ്, പരലോകം പൂർണ്ണതയുടെ ലോകമാണ്. പൂർണ്ണതയുടെ ലോകത്തെ പൂർണ്ണത തേടേണ്ടതുള്ളൂ, അപൂർണമായ ലോകത്ത് പൂർണ്ണത തേടരുത് എന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ചില വചനങ്ങൾ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയാ, താങ്കളെ അല്ലേ, വലസൗഫ യുതീക റബ്ബുക ഫതർദ അലം യജിദ്ക യതീമൻ ഫആവാ. നീ യതീമായ ഒരു കാലം, അന്ന് നിനക്ക് റബ്ബ് നിർഭയത്വം നൽകി, ഒരു നാഥനെ അല്ലെങ്കിൽ രക്ഷിതാവിനെ നൽകി, നിന്നെ പോറ്റി വളർത്താൻ, നിനക്ക് സംരക്ഷണം നൽകാൻ. എന്നിട്ട് 2 വചനങ്ങൾ കഴിഞ്ഞിട്ട് അടുത്ത വചനം കണക്റ്റഡ് ആണ്. ശേഷം പറയാ, ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. യതീമിന് നിന്റെ നാട്ടിലെവിടെയെങ്കിലും ഉണ്ടെന്ന് നീ അറിഞ്ഞാൽ അവനെ നീ തള്ളിക്കളയരുത്. നീ യതീമായിരുന്നപ്പോൾ നിനക്ക് സനാഥത്വം നൽകപ്പെട്ടു. നിന്റെ നാട്ടിൽ യതീമുണ്ടെങ്കിൽ നീ അവർക്ക് സനാഥത്വം നൽകണം. നീ യതീമായപ്പോൾ നിനക്ക് സനാഥത്വം നൽകിയത് നിന്റെ വിഭാഗം ആളുകളല്ല, നിന്റെ നാട്ടിൽ നിന്റേതല്ലാത്ത ആളുകളായിരുന്നാലും യതീമുകളുണ്ടെങ്കിൽ അവർക്ക് നീ സഹായം നൽകണം. എവിടെയാണ് വിശുദ്ധ ഖുർആൻ, എവിടേക്കാണ് വിശുദ്ധ ഖുർആൻ ക്ഷണിക്കുന്നത് എന്ന് പരിശോധിക്കൂ. സഹായഹസ്തത്തിന് സഹായങ്ങൾ നൽകുന്നിടത്ത് മതത്തിൻ്റെയോ ജാതിയുടെയോ ഓരോ അതിർവരമ്പുകളും വെക്കാതെ മുഴുവൻ മനുഷ്യരെയും ഒരുപോലെ കണ്ടിരിക്കുന്നു എന്നതാണ്. സഹോദരങ്ങളെ, സഹോദരികളെ, സൂറത്തുൽ ഫജ്റിലും ആ വിഷയം സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് അധികം വിശദീകരിക്കുന്നില്ല, സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു, വേഗം അവസാനിപ്പിക്കാം. മാതൃ പിതൃ സംരക്ഷണത്തിലേക്കുള്ള ക്ഷണം വിശുദ്ധ ഖുർആനിൽ കണ്ടിട്ടില്ലേ? മാതാവിനെയും പിതാവിനെയും ഇന്ന് അല്ലേ, ചെറിയതാകുമ്പോൾ നമ്മൾ പലപ്പോഴും വാട്സാപ്പുകളിലൂടെയും മറ്റ് പല മീഡിയകളിലൂടെയും ഒക്കെ നാം കേൾക്കുന്ന, വായിക്കുന്ന, ഫോർവേഡ് ചെയ്യുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട്. അതൊക്കെ ഫോർവേഡ് ചെയ്യാൻ നമുക്ക് വളരെ വളരെ ഉത്സാഹമാണ്. പക്ഷേ അത് തൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിനെ പാലിക്കപ്പെടുന്നില്ല അല്ലേ? ചെറുതാകുമ്പോൾ നിൻ്റെതാണ് ഉമ്മ, ബാപ്പ നിൻ്റെ ബാപ്പയാണ്, നിൻ്റെ ഉമ്മയാണ് എന്ന് കുട്ടികളെല്ലാവരും തർക്കം കൂടി, ഇത് നിൻ്റെ ബാപ്പയാണ്, നിൻ്റെ ഉമ്മയാണ് എന്ന് തർക്കം കൂടി. പക്ഷേ ബാപ്പയും ഉമ്മയും പ്രായാധിക്യത്തിലെത്തുമ്പോൾ അൻ്റെതും അല്ലേ ബാപ്പ, ഈ നോക്കിക്കോ കുറച്ച് നാള്, അൻ്റെതും അല്ലേ ഉമ്മ, ഈ നോക്കിക്കോ കുറച്ച് നാള് എന്നാണ് അവർ തർക്കം നടത്തുന്നത്. മാതാപിതാക്കളെ തീർത്തും വേസ്റ്റായി കാണുന്ന, തള്ളിക്കളയുന്ന, അവരെ ഏതെങ്കിലും അഭയ കേന്ദ്രങ്ങളിലേക്ക്, അതല്ലെങ്കിൽ അഭയം ലഭിക്കുന്നു എന്ന് വ്യാജേന ഏതെങ്കിലും കേന്ദ്രങ്ങളിലേക്ക് പറഞ്ഞയച്ചിട്ട് അവർക്ക് വേണ്ടത് മാസാന്ത്യത്തിൽ ചെക്കുകൾ ആ സ്ഥാപനത്തിൻ്റെ മേധാവിയിലേക്ക് അയച്ചു കൊടുക്കുന്ന
മാതാക്കളെ പിതാക്കളെ മറന്നു പോകുന്ന സമൂഹത്തിന്റെ മുമ്പിൽ, അന്നുണ്ടങ്ങനെ സമൂഹം, പ്രായാധിക്യത്തിലെത്തുന്ന മാതാപിതാക്കൾക്ക് അഭയം നൽകേണ്ട മക്കൾ അത് നൽകാതിരിക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ ക്ഷണം, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രം ആരാധിക്കൂ എന്ന് പറഞ്ഞിട്ട് തൊട്ട് ശേഷം ചേർത്ത് വെച്ച പദം ഏതാണെന്നറിയോ? റബ്ബിനോടുള്ള ബന്ധം, ആരാധന അവനോട് മാത്രമായിരിക്കണം എന്ന് പഠിപ്പിച്ച് തൊട്ട് ശേഷം പറയുന്നത് ഭൗതികമായ തലത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളോടുണ്ടാകേണ്ട ബന്ധത്തെക്കുറിച്ചാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇസ്രായിലെ 23, 24 വചനങ്ങൾ ആ വിഷയത്തിൽ ഏറെ ചിന്തനീയമാണ്, സാന്ദർഭികമായ വിഷയമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ എത്ര വൃദ്ധസദനങ്ങളുണ്ട് എന്ന് കണക്ക് പരിശോധിച്ച് നോക്കൂ. ഒരുപാട് വൃദ്ധസദനങ്ങൾ. ചെറുപ്പത്തിലേക്ക് തിരിച്ചു പോവുക മാതാപിതാക്കൾ. പ്രായം കൂടുന്തോറും 2 കാലിലും 4 കാലിലും ഒക്കെ ആയിട്ട് മലമൂത്ര വിസർജനം ബെഡിലും മുറ്റത്തും അടുക്കളയിലും അകത്തുകൂടെയൊക്കെ ആകുന്ന ഒരു പ്രായം. ചെറുപ്പത്തിൽ നീ മലമൂത്ര വിസർജനം നടത്തിയത് ആ ഉമ്മയുടെ മടിത്തട്ടിലായിരുന്നു, കയ്യിലായിരുന്നു. ആ സമയത്ത് അയ്യേ എന്ന് പറഞ്ഞ് താഴേക്കെറിഞ്ഞില്ല, വഴക്ക് പറഞ്ഞില്ല, മറിച്ച് ആ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന് മുമ്പ് നിന്നെ മാറോട് ചേർത്ത് വെച്ചൊരു മുത്തം നൽകിയ ഉമ്മയെയാണ്